അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷെഫീഖ് EP എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തേത് അസുറായിൽ അലൈഹിസ്സലാം. അസുറായിൽ അലൈഹിസ്സലാം എന്നുള്ളതിന് അതിനോട് ഉത്തരങ്ങൾ നൽകിയത് കൈ പിടിക്കൽ, റൂഹുകളെ പിടിക്കൽ, തല പിടിക്കൽ. ഏതാണ്? റൂഹുകളെ പിടിക്കൽ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തേത് റിളുവാൻ അലൈഹിസ്സലാം. റിളുവാൻ അലൈഹിസ്സലാം അതിനോട് ചോദിച്ചത് ഏതൊക്കെ കൊടുത്തത്? നരകം കാക്കൽ, ഭൂമി കാക്കൽ, സ്വർഗം കാക്കൽ. അപ്പോൾ സ്വർഗം കാക്കൽ എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം ഇസ്റാഫിൽ അലൈഹിസ്സലാം. സൂറ് എന്ന കാഹളത്തിൽ ഊതൽ, വീട്ടിൽ ഊതുന്നവർ. ഏതാണ് ശരി? സൂറ് എന്ന കാഹളത്തിൽ ഊതുന്നവർ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത് മാലിക് അലൈഹിസ്സലാം. വീട് കാക്കൽ, സ്വർണം കാക്കൽ, നരകം കാക്കൽ. ഏതാണ് ശരി? നരകം കാക്കൽ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് റക്കീബ് അതീദ് അലൈഹിസ്സലാം. എന്താണ്? നന്മ തിന്മ എഴുതൽ, കളി എഴുതൽ, കണക്കെഴുതൽ. ഏതാണ് ശരി? നന്മ തിന്മ എഴുതൽ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഏകദേശം 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിന് ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? ഇല്ലാത്തവനാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് അള്ളാഹു ഒന്നിനെയും ഡേഷ് അവിടെ ആശ്രയിക്കാത്തവനാണ്. അപ്പോൾ അവിടെ ആശ്രയിക്കാത്തവനാണ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് ആരാധനക്ക് അർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. അപ്പോൾ അള്ളാഹു മാത്രമാകുന്നു എന്നുള്ളതാണ് ശരി. അതവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. അപ്പോൾ മലക്കുകളിൽ വിശ്വസിക്കലാണ് എന്നുള്ളതാണ് ശരി. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4 കാര്യങ്ങളാണ് പട്ടികയിൽ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നബി, കിതാബ്, ഭാഷ. അപ്പം ഓരോ നബിമാരും അതുപോലെ അവർക്ക് അയക്കപ്പെട്ട കിതാബുകളും അതുപോലെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഭാഷയും അതാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അയക്കപ്പെട്ട കിതാബ് ഏതാണ്? ഖുർആൻ അല്ലേ? ഖുർആൻ അഥവാ ഫുർഖാനുൽ അളീം. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഷ ഏതാണ്? അറബി. അപ്പോൾ അറബി ഭാഷയാണ്. രണ്ടാമത്തത് മൂസ അലൈഹിസ്സലാം. മൂസ നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് ഏതാണ്? തൗറാത്ത്. അതുപോലെ തൗറാത്തിൻ്റെ ഭാഷ ഏതാണ്? ഇബ്രാനി. ഇനി മൂന്നാമത്തത് ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട കിതാബ് ഏതാണ്? സബൂർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഷ യൂനാനി. ഇനി ഏറ്റവും അവസാനത്തത് ഈസ അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട കിതാബ് ഇഞ്ചീൽ. അതിൻ്റെ ഭാഷ സുരിയാനി. അപ്പോൾ നബിമാരുടെ പേര്, കിതാബുകളുടെ പേര്, ഓരോ കിതാബിൻ്റെയും ഭാഷ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം പല രൂപത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ചോദ്യമാണ്. മൂന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി 4ാമത്തെ പ്രവർത്തനമാണ്. അപ്പോൾ ആ ഒരു ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെയും 4 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്കാണ് ഖുർആൻ മാർഗനിർദ്ദേശം? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതയ്ക്കും ഖുർആൻ മാർഗനിർദ്ദേശമാണ്.
ഇനി രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്? എല്ലാവർക്കും അറിയുന്നൊരു ചോദ്യമാണ് അല്ലേ. ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം കൊണ്ടാണ് ഖുർആൻ പൂർത്തിയായത്. ഇനി മൂന്നാമത്തത്, മലക്കുകൾ ആരാകുന്നു? ആരാണ് മലക്കുകൾ? ഉത്തരം, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. നാലാമത്തെ ചോദ്യം, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. ഈമാൻ കാര്യങ്ങൾ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 6. പക്ഷേ ഈ ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഉത്തരം, വിശ്വാസപരമായ കാര്യങ്ങൾക്ക്. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ പ്രവർത്തനം 3 എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, മലക്കുകളുടെ വിശേഷണങ്ങൾ. മലക്കുകളുടെ വിശേഷണങ്ങൾ എത്ര എഴുതാം? 3 എഴുതാം. ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അതുപോലെ അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല, അതുപോലെ ക്ഷീണമോ മടിയോ അവർക്കില്ല, നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അപ്പം ഇതൊക്കെയാണ് മലക്കുകളുടെ വിശേഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ പഠിച്ച ഏതെങ്കിലും 3 മാത്രം അവിടെ എടുത്ത് എഴുതി കൊടുക്കുക. ഇനി 6ാമത്തെ പ്രവർത്തനമാണ് ഏറ്റവും അവസാനത്തെ പ്രവർത്തനം. എന്ത് ചെയ്യാനാണ്? പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതിലാകെ ഒരു ചോദ്യം മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്, ഓരോ പാഠത്തിലും നമ്മൾ പഠിക്കുന്ന ഹദീസും അതുപോലെ അറബികളും നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഒരു രൂപത്തിൽ പൂരിപ്പിക്കാൻ അതൊക്കെ വന്നേക്കാം. കാരണം ഒരു ക്വസ്റ്റ്യനെങ്കിലും പൂരിപ്പിക്കാൻ വരും. ഇവിടെ വന്നത് തന്നെ വരണമെന്നില്ല. അപ്പോൾ എല്ലാം നമ്മൾ എടുത്ത പാഠങ്ങളിലുള്ള ഇതുപോലുള്ള ഹദീസുകളൊക്കെ കാണാതെ പഠിക്കാനും ശ്രമിക്കുക. അപ്പോൾ എന്താണ് അവിടെ? ഇന്നാ നഹ്നു ഡാഷ് ലഹാഫിദൂൻ. അപ്പോൾ അവിടെ എന്താണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്നാണത് പൂരിപ്പിച്ചിട്ട് എഴുതുമ്പോൾ വരിക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.